എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തുളസിയെക്കുറിച്ചിട്ടാണ്. ആൻറ്റി ഓക്സിഡൻറ്റുകൾ, വിറ്റാമിനുകൾ, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ എന്നിവയാൽ സമ്പന്നമായ ഒരു സസ്യമാണ് തുളസി. ഒരു ഉത്തമ ഔഷധ സസ്യം കൂടിയാണ് തുളസി. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ശ്വസന പ്രശ്നങ്ങൾക്കും ഇത് വളരെ ഫലപ്രദമാണ്. ചുമ, ആസ്മ, കഫക്കെട്ട് എന്നിവയ്ക്ക് ആശ്വാസം നൽകാൻ തുളസി സഹായിക്കുന്നു. തുളസിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ശ്വസന വ്യവസ്ഥയ്ക്ക് വളരെ നല്ലതാണ്. തുളസിയില പതിവായി ചവച്ചരച്ച് കഴിക്കുന്നത് ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതും അതുപോലെ തന്നെ പനി, ജലദോഷം തുടങ്ങിയ അണുബാധകളെ ചെറുക്കാനും സഹായിക്കുന്നു. ദഹനക്കേട്, വയറുവേദന, അസിഡിറ്റി തുടങ്ങിയ ഉദരസംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും തുളസി നീര് ഉത്തമമാണ്. തുളസിയില അരച്ചു പുരട്ടുന്നത് മുഖക്കുരു മാറുവാനും ചർമ്മത്തിലെ അണുബാധകൾ തടയാനും സഹായിക്കുന്നു. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ തുളസി പ്രമേഹ രോഗികൾക്ക് വളരെ നല്ലതാണ്. വിറ്റാമിൻ സി, സിങ്ക് എന്നിവയാൽ സമ്പന്നമായ തുളസി ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കൂട്ടുകയും അതുവഴി അണുബാധകളെ ചെറുക്കാനും സഹായിക്കുന്നു. ഒരു അഡാപ്റ്റോജൻ ആയ തുളസി ഉത്കണ്ഠ അകറ്റി മനസ്സിന് ശാന്തത നൽകുന്നു. അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ശരീരത്തിൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനായി സഹായിക്കുന്നു. ഹൈന്ദവ വിശ്വാസപ്രകാരം ഏറ്റവും പവിത്രവും ലക്ഷ്മി ദേവിയുടെ പ്രതിരൂപവുമായി കരുതപ്പെടുന്ന സസ്യമാണ് തുളസി. വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹത്താൽ വൃന്ദ എന്ന പതിവ്രതയുടെ ആത്മാവ് തുളസി ചെടിയായി മാറി എന്നാണ് ഇതിൻ്റെ പ്രധാന ഐതിഹ്യം. പ്രാണികൾ കടിച്ച ഭാഗങ്ങളിൽ തുളസിയുടെ നീര് പുരട്ടുന്നത് വിഷാംശം കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ തുളസിയില ഉണക്കി പൊടിച്ച് പല്ല് തേക്കുന്നത് വായുനാറ്റം മാറാനും മോണകൾക്ക് ബലം നൽകാനും സഹായിക്കും. വായിലെ അൾസർ ശമിപ്പിക്കാനും ഇത് ഉത്തമമാണ്. മുടി കൊഴിച്ചിൽ, താരൻ, അകാലനര എന്നിവ മാറ്റാൻ തുളസിയില വളരെ ഫലപ്രദമാണ്. ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകളും വിറ്റാമിനുകളും രക്തചംക്രമണം വർദ്ധിപ്പിച്ച് മുടി വളർച്ച ത്വരിതപ്പെടുത്തുന്നു. വെളിച്ചെണ്ണയിൽ അല്പം തുളസിയില ചേർത്ത് കാച്ചി തലയിൽ തേക്കുന്നത് മുടിയുടെ ആരോഗ്യത്തിന് ഉത്തമമാണ്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.